ഹായ്. ഈ വർഷം എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനായിട്ട് നമ്മൾ KTUയുടെ അണ്ടറിൽ വരുന്ന കോളേജസിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ ഓരോരോ സബ്ജക്റ്റിന്റെയും ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു വീഡിയോ സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അത് കൂടാതെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് അറിയേണ്ട ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ലാസ്സസ് ഉണ്ടായിരിക്കും. സോ കൃത്യമായി അപ്ഡേറ്റ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ള കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാം. നമ്മൾ അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സിനാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറേ സബ്ജക്ട്സ് പഠിക്കാനുണ്ടാവും. അതിനൊക്കെ നമുക്ക് എക്സാം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓരോ സബ്ജക്റ്റും പഠിക്കുമ്പോൾ അത് എക്സാം അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സീരീസ് എക്സാം എഴുതുക, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യവും, അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ ഈ പഠിച്ച സബ്ജക്റ്റ് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു വർക്ക് സ്പേസിലാണെങ്കിലും അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ലെവൽ ഓഫ് തിങ്കിങ് ആണ് ഓരോ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും വേണ്ടത്. അല്ലാതെ ജസ്റ്റ് നമ്മൾ തിയറി പഠിച്ചു, അത് പോയി എഴുതി മാർക്ക് വാങ്ങിച്ചു എന്നുള്ള രീതിയിൽ ആവരുത്. അപ്പൊ സ്റ്റാർട്ടിങ് മുതലേ നിങ്ങൾ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു വ്യൂവിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുന്ന ഓരോ സബ്ജക്റ്റും ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് വർത്ത് ആയിരിക്കും. താങ്ക് യു.